വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടോ, മലയാളികളുടെ ഇഷ്ട പലഹാരമായിട്ടുള്ള ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പലഹാരമാണിത്. അപ്പോൾ ഈ ഒരു അച്ചപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ദയവേതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 മുട്ടയാണ് പൊട്ടിച്ചിടാൻ പോകുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കോഴിമുട്ടയാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 2 മുട്ട എടുത്തിരിക്കുന്നത്. ഇപ്പം മുട്ട 2 ഞാൻ പൊട്ടിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മുട്ട 2 പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം അതും ചേർത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. ഞാൻ ഈ ബൗളിന് ഒരു ബൗൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1.5 കപ്പോളം അരിപ്പൊടിയുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ഈ ഒരു മിക്സിലോട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് അടിച്ചാൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. അപ്പം ഞാനിത് മിക്സിയിലോട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണേ. കുറേശ്ശെയായിട്ടാണ് ഇട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ 1-ാം പാലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ 1-ാം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുവാണേ. അപ്പോൾ കുറച്ച് തേങ്ങ ചുരണ്ടി നമുക്കൊരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സിയിലിട്ട് അടിച്ചാണ് ഞാൻ ഈ പാല് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു പരുവത്തിലാണ് ഇപ്പം മിക്സിയിൽ നിന്ന് ഞാൻ ഒരു ബൗളിലോട്ട് എടുത്ത് മാറ്റുന്നത്. ഇപ്പം നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ തേങ്ങയുടെ 2-ാം പാലും കൂടെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഒഴിച്ച് വേണം ഇതുപോലുള്ള മാവ് തയ്യാറാക്കാൻ. ഞാൻ ഇപ്പോൾ ഈ ഇഡ്ഡലി മാവിനേക്കാളും സ്വല്പം കൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ എടുക്കണം. ഞാൻ കൈകൊണ്ടാണ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എള്ളാണ്. എള്ള് ഞാൻ ഇതുപോലെ കഴുകി അരിച്ച് വൃത്തിയാക്കി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിനുള്ള മാവ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയും അരിപ്പൊടിയും പഞ്ചസാരയും ഉപ്പും എള്ളും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് അടുപ്പത്ത് ഇതുണ്ടാക്കാനുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇച്ചിരി കുഴിവുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് എണ്ണയിലോട്ട് മുങ്ങി ഇടത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് നമ്മുടെ മാവ് മാറ്റി വെച്ചിരുന്നു. ഇതേ സ്പൂൺ കൊണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം മുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മാവ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ അച്ച് നന്നായിട്ട് ചൂടായിരിക്കുവാണല്ലോ, ആ അച്ചി മാവിലോട്ട് മുക്കി പകുതി ഭാഗം മാത്രമേ മുങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ അച്ചപ്പം എണ്ണയ്ക്കകത്തോട്ട് അടന്നു പോകത്തില്ല. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതിയാകും. അപ്പം ഞാൻ ഇതിങ്ങനെ തട്ടി കൊടുക്കുവാണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം തന്നെ ഇത് അടന്നിങ്ങ് പോന്നോളും. ഇത് ഉണ്ടാക്കാനാണ് നമുക്ക് വളരെ ഈസിയാണ്. അതുപോലെ ഇത് കുറച്ച് മാവിൽ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അച്ചപ്പം നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഇപ്പോൾ ഇതങ്ങ് മറിച്ചിട്ടേക്കുവാണേ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ മുക്കുന്നതിന് മുമ്പായിട്ടും അച്ച് നന്നായിട്ട് എണ്ണയിൽ വെച്ച് ചൂടാക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ മാവിലോട്ട് മുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് അച്ച് നന്നായിട്ട് ചൂടായി വീണ്ടും നമ്മൾ പകുതിയോളം ഒന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ എണ്ണയിലോട്ട് തന്നെ മാറ്റുക.
ഇതുപോലെ തന്നെ. അപ്പം മറ്റേത് ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഓരോ അച്ചപ്പവും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ടേ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരമാണ് ഇത്. കൂടുതൽ നാളിത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ചാൽ മാത്രം മതിയാകും. അതുപോലെ ഇപ്പം മഴക്കാലത്തും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു നല്ല പലഹാരമാണിത്. ഇപ്പം ഞാൻ ഓരോന്നോരോന്ന് ഇതുപോലെ എടുക്കുകയാണ്. എപ്പം നമ്മൾ അച്ച് മുക്കുമ്പോഴും എണ്ണയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ ടിഷ്യൂ പേപ്പറിലോട്ട് വേണം മാറ്റാനകത്ത്. ബാക്കിയുള്ള എണ്ണയൊക്കെ പേപ്പർ അബ്സോർബ് ചെയ്തോളും. അപ്പം അടുത്തത് ഇതുപോലെ തന്നെ. അപ്പം നമ്മുടെ ഫ്ലെയിമൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ടൊക്കെ മാറ്റിക്കോണം. എണ്ണ പെട്ടെന്ന് ഇത് മൂക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓരോന്നും ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ അച്ചപ്പം ചുട്ട് മാറ്റി വെക്കുകയാണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇത് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കമൻസൊക്കെ നമ്മൾ കമൻസ് ബോക്സിൽ ഇട്ട് തരിക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക. ഇപ്പം നമ്മൾ എല്ലാ അച്ചപ്പവും ഇതുപോലെ ഉണ്ടാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതെല്ലാം ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് എന്താ പറയുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഇതെല്ലാം ചുട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ അച്ചപ്പമൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അച്ചപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.